മാവേലിക്കരയിൽ കഷ്ടിച്ച് കരകയറി UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. പ്രതീക്ഷിച്ചതിലും 4-1 സുരേഷിന്റെ ഭൂരിപക്ഷം. പ്രചാരണത്തിന് തുടക്കം മുതൽ ഉയർത്തിയ വെല്ലുവിളി അവസാനം ഫലപ്രഖ്യാപനം വരെയും നിലനിർത്താൻ LDF-നായി. ലോക്സഭയിലേക്ക് കടന്നുകൂടിയെങ്കിലും അത്ര മധുരമുള്ളതല്ല കൊടിക്കുന്നിൽ ഇത്തവണത്തെ വിജയം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തുണച്ചിരുന്ന കൊട്ടാരക്കരയും കുന്നത്തൂരും കൈവിട്ടു. ചെങ്ങന്നൂരിലും പത്തനാപുരത്തും കുട്ടനാട്ടിലും നേരിയ ലീഡ് മാത്രം. 16,800 വോട്ട് ഭൂരിപക്ഷം നൽകിയ ചങ്ങനാശ്ശേരിയാണ് UDF-നെയും കൊടിക്കുന്നിൽ സുരേഷിനെയും തുണച്ചത്. യുവ സ്ഥാനാർത്ഥി എന്ന ഇടതുമുന്നണിയുടെ പ്രചരണം അക്ഷരാർത്ഥത്തിൽ ഗുണം ചെയ്തെന്ന് തന്നെ പറയാം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മാറിമറിയുന്ന ലീഡ് നിലയായിരുന്നു. പോസ്റ്റൽ വോട്ടുകളുടെ അടക്കം ആദ്യ റൗണ്ടുകളിൽ CA അരുൺകുമാർ ലീഡ് ചെയ്തു. 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിന് ലീഡ് തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. കുറഞ്ഞ ഭൂരിപക്ഷമെങ്കിലും മിന്നും വിജയമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിലയിരുത്തൽ. ഒരു കടുത്ത പോരാട്ടത്തിലൂടെയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ നിലനിർത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ 4 മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരന്നത്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഞാൻ കരസ്ഥമാക്കിയത്. NDA ക്യാമ്പിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് BDJS സ്ഥാനാർത്ഥി ബൈജു കലാശാല കാഴ്ചവെച്ചത്. പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ 7,000-ഓളം വോട്ടുകളുടെ വർധനയാണ് NDAക്ക്. LDF-നും UDF-നും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇത്തവണത്തേത്. NDA പിടിച്ചെടുത്ത വോട്ടുകൾ UDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും കാരണമായി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, മാവേലിക്കര.